ഇപ്പോൾ നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് IAS, മറ്റൊന്ന് IPS, മൂന്നാമത്തേത് IFOS എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നുള്ള സർവീസാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 312 പ്രകാരം പറയാണ്, ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കണം. ഓക്കെ, പക്ഷെ രാജ്യസഭ അതിന് അനുവാദം കൊടുത്തത് കൊണ്ട് മാത്രം ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ആകപ്പെടുന്നില്ല. കാരണം പാർലമെന്റ് എന്ത് ചെയ്യണം? ഒരു നിയമം ഉണ്ടാക്കണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ഏവർക്കും ട്രൂ ഇവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കണം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ബ്യൂറോക്രസി എന്ന് പറഞ്ഞൊരു ടൈമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇന്ത്യൻ ബ്യൂറോക്രസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സർവീസ് മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസസ്. ശരിക്കും പറഞ്ഞാൽ there are 3 സർവീസസ്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, ഒന്ന് സെൻട്രൽ സർവീസ് ഉണ്ട്, ഒന്ന് സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും കൺഫ്യൂഷൻ വരുന്നതും ഒരു ക്ലാരിറ്റി കുറവുള്ളൊരു ടോപ്പിക് ആയിരിക്കാം ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്ന ഈ സർവീസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താം. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത്. സോ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളിലെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഓൾ ഇന്ത്യ സർവീസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ കോമൺ ടു ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സർവീസാണ് ഓൾ ഇന്ത്യ സർവീസസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിൽ സെൻട്രൽ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്ന മറ്റൊരു സർവീസും കൂടെയുണ്ട്. സപ്പോസ് നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ എൻ്റയർ ഏജോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റയർ സർവീസ് പീരീഡ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന ടൈം വരെ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അതേ സമയത്ത് നിങ്ങളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് സർവീസിലേക്കാണ് കയറുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് എംപ്ലോയി തന്നെയായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി തന്നെയായിരിക്കും, അല്ലേ? പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അഥവാ ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും അതേ സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 60 ആയിരിക്കും, 65 ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണോ നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജ്, ഈ റിട്ടയർമെന്റ് കാലയളവിനുള്ളിൽ നിങ്ങൾ ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലായിരിക്കും നിയമിക്കപ്പെടുന്നത്. അതേ സമയത്ത് വേറൊരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ നിയമിക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലും നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിയമിക്കപ്പെടാൻ സാധിക്കും. ഈ ഒരു പ്രത്യേകതയാണ് ഓൾ ഇന്ത്യ സർവീസിനെ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് നിലനിർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം? നിയമിക്കപ്പെടാം. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലോ അഥവാ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലോ നിയമിക്കപ്പെടാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരേ സമയത്തല്ല, പല ഡിഫറെന്റ് ടൈം പീരീഡിലായിരിക്കും, അല്ലെ? ഇപ്പൊ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെടുന്നെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലേക്കായിരിക്കും നിയമിക്കപ്പെടുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള ആളുകളെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള ഓൾ ഇന്ത്യ സർവീസുകളുടെ എണ്ണം എത്രയെന്ന് ചോദ്യം വരാം. 3 ഓൾ ഇന്ത്യ സർവീസുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഒന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS. സെക്കൻഡ് വൺ ഈസ് ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ IPS. ആൻഡ് ദി തേർഡ് സർവീസ് ഈസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അഥവാ IFOS. ഈ മൂന്നാമത്തെ സർവീസിന്റെ പേരിലാണ് പലപ്പോഴും പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് ഓൾ ഇന്ത്യ സർവീസിലെ ഒരു സർവീസ് എന്നുള്ളതാണ്. പക്ഷെ അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഇന്ത്യൻ ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോറിൻ സർവീസ് ഒരു സെൻട്രൽ സർവീസ് ആണ്, അത് ഓൾ ഇന്ത്യ സർവീസ് അല്ല. IAS, IPS ആൻഡ് IFOS ഈ 3 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ IAS എന്ന് പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്തു. സപ്പോസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അയാൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ ആദ്യം തന്നെ ഒരു ജില്ലയുടെ സബ് കളക്ടറൊക്കെ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്.
ഒരു ജില്ലയുടെ സബ് കളക്ടറായിട്ട് ഇദ്ദേഹത്തിനെ നിയമിക്കപ്പെടുമ്പോൾ ഇദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് ബ്യൂറോക്രസിയിലെ വർക്ക് ചെയ്യുന്നത് ആണ്. ഇതേ വ്യക്തിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പം കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഡെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സെക്രട്ടറിമാരായിട്ടോ അണ്ടർ സെക്രട്ടറിമാരായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിനെ അങ്ങോട്ട് നിയമിക്കാം. ആ സമയത്ത് അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പല സമയങ്ങളിലായി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റ് സർവീസിലേക്ക് നിയമിക്കപ്പെടാൻ പറ്റുന്നത് ഈ 3 സർവീസുകളെ മാത്രമേ ഉള്ളൂ. വേറെ എക്സാമ്പിൾ എടുക്കാം, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ പലപ്പോഴും ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ട് വിവിധ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളിലും എംബസികളിലും വർക്ക് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഈ ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? കേരള സർക്കാരിന്റെ കീഴിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ കീഴിലേക്കോ ഈ IFS ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും എവിടെ തന്നെയായിരിക്കും? അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് IAS, മറ്റൊന്ന് IPS, മൂന്നാമത്തത് IFOS എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നുള്ള സർവീസാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തത് അറിയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സർവീസുകൾക്ക് പുറമെ വേറെ ഏതെങ്കിലും സർവീസുകൾ ഓൾ ഇന്ത്യ സർവീസ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകണം. ഇതിന്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 2 ഓൾ ഇന്ത്യ സർവീസുകളേ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. അതിനു മുമ്പ് നിലനിന്നിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ നമ്മൾ രൂപീകരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്ന IP എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പോലീസ് സർവീസ് കൊണ്ടുവരുന്നത്. ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 1947 കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2 ഓൾ ഇന്ത്യ സർവീസ് ഉള്ളൂ. മൂന്നാമത്തെ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് 1966 മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒരു ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് മാറുന്നത്. അതുവരെയും ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഈ 2 സർവീസുകൾ മാത്രമേ ഓൾ ഇന്ത്യ സർവീസിന്റെ ഭാഗമായിട്ടുള്ളൂ. സോ 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒരു ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേണമെങ്കിൽ പല സർവീസുകളെ നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നിലവിലുള്ള ഒരു സെൻട്രൽ സർവീസിന് വേണമെങ്കിൽ എന്തായിട്ട് മാറ്റാം? ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് മാറ്റാം. അവ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ സർവീസുകൾ പുതിയത് കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റിയ എന്തെങ്കിലും അനുച്ഛേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുച്ഛേദമുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓൾ ഇന്ത്യ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 312 കാരണം ഇന്ത്യയിൽ ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് കൂട്ടിച്ചേർക്കപ്പെടണമെങ്കിൽ 312 പ്രകാരമാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. 312 എന്താ പറയുന്നത്? വേറൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 312 പ്രകാരം പറയാണ്, ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കണം. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? രാജ്യസഭയുടെ പ്രമേയം പാസ്സാക്കലാണ്. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ അഥവാ പ്രമേയം പാസ്സാക്കിയാൽ മാത്രമാണ് ഇന്ത്യയിൽ ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ രാജ്യസഭ അതിന് അനുവാദം കൊടുത്തത് കൊണ്ട് മാത്രം ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ആകപ്പെടുന്നില്ല. കാരണം പാർലമെന്റ് എന്ത് ചെയ്യണം? ഒരു നിയമം ഉണ്ടാക്കണം. ഓക്കെ, രാജ്യസഭയുടെ പ്രമേയത്തിന്റെ അനുമതിയുടെ ശേഷം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിരിക്കണം. ഈ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ മാത്രമാണ് ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. സോ ഇത് ഏത് ആർട്ടിക്കിൾ പറയുന്നതാണ്? ആർട്ടിക്കിൾ 312. സോ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ ഓൾ ഇന്ത്യ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 312 ആണ്. അതിന്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താ? രാജ്യസഭ അംഗീകാരം നൽകണം. എന്തുകൊണ്ട് രാജ്യസഭ അംഗീകാരം നൽകണമെന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വേറൊന്നുമല്ല, രാജ്യസഭ എന്ന് പറയുന്ന സഭയാണ് സംസ്ഥാനങ്ങളുടെ സഭ എന്നാണ് വിളിക്കുന്നത്, അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സഭയായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ അനുവാദം വേണ്ടേ? അപ്പൊ സംസ്ഥാനങ്ങളുടെ അനുവാദം ആരാണ് ഇവിടെ കൊടുക്കുന്നത്? രാജ്യസഭയാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് രാജ്യസഭയുടെ അനുവാദത്തിന് ശേഷം പാർലമെന്റിന് നിയമം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പാർലമെന്റ് നിയമം കൊണ്ടുവന്നാൽ മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ അതിന് മുൻകൂറായിട്ട് ആരനുവാദം കൊടുക്കണം? രാജ്യസഭ പ്രമേയത്തിലൂടെ അനുവാദം കൊടുക്കണമെന്നാണ് അനുച്ഛേദം 312 പറയുന്നത്. അങ്ങനെ 312 പ്രകാരമാണ് നമ്മൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് 1966 രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സോ മനസ്സിലാക്കണം, ഇമ്പോർട്ടന്റ് ആണ് രാജ്യസഭയുടെ പ്രമേയം പാസ്സാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ 1963 ഓൾ ഇന്ത്യ സർവീസസ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി.
രാജ്യസഭയുടെ പ്രമേയത്തിന് ശേഷം ഓൾ ഇന്ത്യ സർവീസസ് അമെൻമെന്റ് ആക്ട് ഓഫ് 1963 എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. ഈ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഈ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പുതിയ 3 ഓൾ ഇന്ത്യ സർവീസിനുള്ള അനുവാദം കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനുള്ള അനുവാദം കിട്ടുന്നുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസിനുള്ള അനുവാദം കിട്ടുന്നുണ്ട്, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സർവീസിനും അനുവാദം കിട്ടുന്നുണ്ട്. എന്തായി മാറാനുള്ളത്? ഓൾ ഇന്ത്യ സർവീസായി മാറാനുള്ളത്. പക്ഷേ ഇത് 3ഉം ഓൾ ഇന്ത്യ സർവീസായി മാറിയോ? ഇല്ല. നമുക്കറിയാവുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് മാറിയുള്ളൂ. ഇതിനുള്ള അനുവാദം കിട്ടിയെങ്കിലും ഇത് രണ്ടും ഇപ്പോഴും പെട്ടിയിൽ കിടക്കുകയാണ്. ഓൾ ഇന്ത്യ സർവീസായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ സർവീസായി മാറാനുള്ള അനുവാദം ഈ നിയമപ്രകാരം കിട്ടിയെങ്കിലും ഈ പറയുന്ന നിയമം നിലവിൽ വന്നുവെങ്കിലും ഓൾ ഇന്ത്യ സർവീസ് ആക്കാനുള്ള ചില ചട്ടങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകളൊന്നും ഇതുവരെയായിട്ട് ഫ്രെയിം ചെയ്തിട്ടില്ല. ആ റൂളുകളൊക്കെ ഫ്രെയിം ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കാലഘട്ടമായിട്ട് റൂളുകൾ ഫ്രെയിം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ സർവീസിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെയോ ഒന്നും നിയമം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ സർവീസായിട്ട് മാറിയിട്ടില്ല. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളും റൂളുകളും ഒക്കെ ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരികയും സമയബന്ധിതമായിട്ട് 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒരു ഓൾ ഇന്ത്യ സർവീസായിട്ട് മാറി. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? ഓൾ ഇന്ത്യ സർവീസ് അമെൻമെന്റ് ആക്ട് ഓഫ് 1963 അടിസ്ഥാനത്തിൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സർവീസുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളുകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഡെപ്യൂട്ടേഷന് കൊണ്ടുവരാം. ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങോട്ടേക്ക് വരാം, സംസ്ഥാനങ്ങളിലേക്ക് വരാം. അപ്പൊ ഇന്ത്യയിൽ 3 ഓൾ ഇന്ത്യ സർവീസുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഓൾ ഇന്ത്യ സർവീസുകളൊക്കെ ഓരോ ഓൾ ഇന്ത്യ സർവീസുകളും ഓരോരോ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. IAS എന്ന് പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷന്റെ കീഴിലാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം ഓഫീസിന്റെ കീഴിലാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ കീഴിലാണ്. അപ്പൊ ഈ പറയുന്ന 3 സർവീസുകളും 3 മിനിസ്ട്രിന്റെ കീഴിലാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കണം. കാരണം സിവിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഓൾ ഇന്ത്യ സർവീസസ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായുള്ള ഒരു ക്ലാരിറ്റി ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.